ഡോമോസ് കാറ്റലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജസബൽ ജെയിംസൺ പെരുങ്ങലത്തിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ജോർജ് കൊണ്ടാടമ്പടവിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങൾ അഭിവല്യ മാതൃപിതാവിന്റെ ദിവ്യദൃഷ്ടിയിൽ 1936 ഡിസംബർ 31-ാം തീയതി സ്ഥാപിതമായ നാമധേയത്തിലുള്ള പുതുവേലിപ്പള്ളി ഇടവകങ്ങളാണ്. ഏതൊരു പ്രവർത്തനത്തിനും ഈശ്വരാനുഗ്രഹം കൂടിയേ തീരൂ. നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയിക്കണമെങ്കിൽ ദൈവം നമ്മോടൊപ്പം ഉണ്ടായിരിക്കണം. കൂട്ടുകാരോടൊപ്പം നമുക്കും ഈശ്വരനോട് പ്രാർത്ഥിക്കാം. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കാൽവരി മലമുകളേറി നീ ഞങ്ങൾക്കായി കാൽക്കരം ചേർന്നു തൂങ്ങി മരിച്ചു ഇരേകിയ, കാൽക്കരം ചേർന്നു തൂങ്ങി മരിച്ചു ഇരേകിയ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ, ഇന്നും എന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, ഇന്നും എന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. വൈദ്യരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയനെ കുറിച്ച് കൂട്ടുകാർ കേട്ടിട്ടുണ്ടാകുമല്ലോ. വിശുദ്ധ ജോൺ മരിയ വിയനയുടെ മരണദിനമായ ആഗസ്റ്റ് 4-ാം തീയതി നാം തിരുനാളായി ആഘോഷിക്കുന്നു. ഈ വിശുദ്ധനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ശ്രമിച്ചാലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഗസ്റ്റ് 4 ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളാണ്. ഇടവക വൈദികരുടെ ദിനം. ഫ്രാൻസിലെ ഡാർഡല്ലി എന്ന ഗ്രാമത്തിൽ ഭക്തരായ കർഷകരായിരുന്ന മാത്യു വിയാനിയുടെയും മരിയയുടെയും മകനായി 1786 ജനിച്ചു. അക്കാലത്ത് വൈദികർ രാത്രിയിലായിരുന്നു ഉപദേശങ്ങൾ നൽകിയിരുന്നത്. കാരണം മതപഠനം മർദ്ദന വിധേയമായിരുന്നു. 20-ാമത്തെ വയസ്സിൽ ആബെ ബേലി സ്കൂളിൽ പഠനം ആരംഭിച്ചു. എന്നാൽ ലത്തീൻ പഠനം ജോണിന് ദുസ്സഹമായിരുന്നു. 1810 തന്റെ കുടുംബാവകാശം സ്വസഹോദരൻ ഫ്രാൻസിസിന് വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹം നെപ്പോളിയന്റെ നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്ന് വിടുതൽ നേടി. 1813 സെമിനാരിയിൽ ചേർന്നു. പഠനം തൃപ്തികരമല്ലെന്നും സ്വഭാവം വിശിഷ്ടമാണെന്നും റെക്ടർ ലയോൺസിലെ വികാരി ജനറൽ മോൺസിഞ്ഞോർ കർബനെ അറിയിച്ചു. വികാരി ജനറൽ റെക്ടറോട് ചോദിച്ചു, വിയാനി ഭക്തിപൂർവ്വം കൊണ്ടു ചെല്ലുമോ? ദൈവഭക്തിയിൽ 1-ാം സ്ഥാനം വിയാനിക്കാണെന്ന് റെക്ടർ പറഞ്ഞു. എങ്കിൽ വിയാനിക്ക് ഞാൻ പട്ടം കൊടുക്കാൻ പോവുകയാണ്. 1815 ഓഗസ്റ്റ് 13-ാം തീയതി ജോണിന് പട്ടം ലഭിച്ചു. 2 വർഷം പുണ്യവൈദികനായ ഫാദർ ബെയ്ലിയുടെ കീഴിൽ അസിസ്റ്റന്റായി ശുശ്രൂഷ ചെയ്തു. അനന്തരം ആഴ്സിലെ വികാരിയായി. ഫ്രഞ്ച് ഗവൺമെന്റ് അദ്ദേഹത്തിന് മാടമ്പ് സ്ഥാനം നൽകി ആദരിച്ചു. 1889 ഓഗസ്റ്റ് 4 വിയാനി അച്ഛൻ നിത്യസമ്മാനത്തിനായി യാത്രയായി. ദൈവപുത്രനായ ഈശോ തന്റെ 30-ാമത്തെ വയസ്സിൽ പരസ്യ ജീവിതം ആരംഭിച്ചുവെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ. ഈശോയുടെ ആദ്യത്തെ അത്ഭുത പ്രവർത്തനമായിരുന്നു കാനായിലെ കല്യാണ വിരുന്ന്. ഈശോയുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് ആ വീട്ടുകാർക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കുന്നതായി നമുക്ക് കാണാം. ഈശോയുടെ അത്ഭുത പ്രവർത്തനം നമുക്കൊന്ന് വീക്ഷിച്ചാലോ. വീഞ്ഞു തീർന്നു ദുഃഖിതരായ വീട്ടുകാരെ വെള്ളം വീഞ്ഞാക്കി മാറ്റി മനുഷ്യന്റെ ആവശ്യങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുന്നു.
ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തുകൊള്ളുന്നു. നന്ദി.